ഈ ദിവസത്തെ സമഗ്രമായ വാർത്തകളുമായി ലൈവ് അറ്റ് 6 തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. കൂരിയാട് ദേശീയപാത ഇടിഞ്ഞപ്പോൾ കാർ യാത്രികർ അത്ഭുതകരമായി രക്ഷപ്പെടുന്ന ദൃശ്യങ്ങൾ ന്യൂസ് 18. നിർമ്മാണത്തിൽ വീഴ്ച പറ്റിയെന്ന് സമ്മതിച്ച് KNR കൺസ്ട്രക്ഷൻസ്. ദേശീയപാത അതോറിറ്റിയെ വിമർശിച്ച് ഹൈക്കോടതി. ഉടൻ റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം. കരാറുകാരനെ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തിയെന്ന് NHAI കോടതിയിൽ. ദേശീയപാത തകർന്നതിന്റെ ഉത്തരവാദിത്വം കേന്ദ്രത്തിന് മാത്രമെന്ന് MV ഗോവിന്ദൻ. വീഴ്ച LDF സർക്കാരിന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമം. പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ ക്രെഡിറ്റ് എടുക്കാൻ ആരും വരരുതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ. പദ്ധതി രേഖ മാറ്റിയെന്ന സുരേഷ് ഗോപിയുടെ ആരോപണം അന്വേഷിക്കണമെന്ന് VD സതീശൻ. മൂന്നര വയസ്സുകാരിയെ കൊന്ന കേസിൽ അമ്മയ്ക്കെതിരെ ജനരോഷം. തെളിവെടുപ്പ് പൂർത്തിയായി. ചെറിയച്ഛൻ പീഡിപ്പിച്ച വിവരം അറിഞ്ഞിരുന്നില്ലെന്ന അമ്മ. കുഞ്ഞിനെ കൊന്നത് ഭർത്താവിന്റെ വീട്ടുകാരുടെ ഒറ്റപ്പെടുത്തൽ സഹിക്കവയ്യാതെ. വലിയ മഴയോടെ കാലവർഷം നാളെ എത്തും. കണ്ണൂരും കാസർഗോഡും നാളെ റെഡ് അലർട്ട്. വടക്കൻ കേരളത്തിലാകെ അതീവ ജാഗ്രത. നാളെ രാത്രി വരെ കള്ളക്കടൽ പ്രതിഭാസവും. മറ്റന്നാൾ 5 ജില്ലകളിൽ റെഡ് അലർട്ട്. ED ഉദ്യോഗസ്ഥൻ പ്രതിയായ പണം തട്ടൽ കേസിൽ കൂടുതൽ തെളിവുകൾ പുറത്ത്. രണ്ടാം പ്രതിയും പരാതിക്കാരനും തമ്മിലുള്ള ശബ്ദ സംഭാഷണം ന്യൂസ് 18. വേറെ ലെവലാണ്. അപ്പൊ നമ്മൾക്ക് ഇത് എന്തോ ഒരു ഓഫർ ഇടാൻ പറ്റും. നിങ്ങൾക്ക് പറ്റുന്ന ഒരു ഓഫർ അല്ല സാറ് പറഞ്ഞു. ഒരു 10-30 ലക്ഷം ടോക്കൺ അറേഞ്ച് ചെയ്യും. 30 ലക്ഷം അഡ്വാൻസ് നൽകിയാൽ കേസ് ഒതുക്കി തീർക്കാമെന്ന് വിൽസൺ. മുൻകൂർ ജാമ്യം തേടി ED അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാർ ഹൈക്കോടതിയിൽ. ആകാശച്ചുഴിയിൽപ്പെട്ട വിമാനത്തിന് വ്യോമപാത നിഷേധിച്ച് പാകിസ്ഥാൻ. വെള്ളം തടഞ്ഞാൽ ഇന്ത്യയെ ശ്വാസം മുട്ടിക്കുമെന്ന് പാക് സൈനിക വക്താവ്. പാകിസ്ഥാനെ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ തുറന്നുകാട്ടി പ്രതിനിധി സംഘങ്ങളുടെ പര്യടനം തുടരുന്നു. കനിമൊഴിയുടെ സംഘം മോസ്കോയിൽ. ശശി തരൂർ നയിക്കുന്ന സംഘം നാളെ യാത്ര തിരിക്കും. വേടനെ വിടാതെ സംഘപരിവാർ. പ്രധാനമന്ത്രി അവഹേളിച്ചെന്ന NIAക്ക് പരാതി. പാലക്കാട്ടെ BJP കൌൺസിലർ മിനി കൃഷ്ണകുമാറിന്റെ പരാതി 4 വർഷം മുൻപത്തെ പാട്ടിനെതിരെ. സംസ്ഥാന കോൺഗ്രസിൽ സമ്പൂർണ്ണ അഴിച്ചുപണിക്ക് AICC. DCC അധ്യക്ഷന്മാരെ അടക്കം മാറ്റും. നീക്കം സംസ്ഥാന നേതാക്കളെ മറികടന്ന മാറ്റങ്ങൾ അനിവാര്യമെന്ന് ഹൈക്കമാൻഡ്. നേതൃത്വത്തെ വിമർശിച്ച സഖറിയാസ് മാർ അപ്രീമിനെതിരെ നടപടിയെടുത്ത് ഓർത്തഡോക്സ് സഭ. മെത്രാപ്പൊലിത്തയെ എല്ലാ ചുമതലകളിൽ നിന്നും നീക്കി. മലങ്കര സഭയുടെ ഭരണഘടനയെ ചോദ്യം ചെയ്തുവെന്ന് സുന്നഹദോസ് യോഗം. സഭാ നേതൃത്വത്തെ ചൊടിപ്പിച്ചത് പള്ളി പിടിച്ചെടുക്കാൻ നിർദ്ദേശം നൽകിയെന്ന മാർ അപ്രീമിന്റെ വെളിപ്പെടുത്തൽ. വിള്ളലിൽ വീഴുന്നത് ആര്? ദേശീയപാതയിൽ പല ഭാഗങ്ങളിലായി വിള്ളലുണ്ടായ സംഭവത്തിൽ ദേശീയപാത അതോറിറ്റിക്ക് ഹൈക്കോടതിയുടെ വിമർശനം. എന്താണ് സംഭവിച്ചത് എന്ന് വ്യക്തമാക്കുന്ന ഇടക്കാല റിപ്പോർട്ട് ഉടൻ നൽകണമെന്ന് NHAIയോട് കോടതി നിർദ്ദേശിച്ചു. ദേശീയപാത തകർന്ന ഇടങ്ങൾ നിർമ്മിച്ച കമ്പനികളെ കരിമ്പട്ടികയിൽപ്പെടുത്തിയിട്ടുണ്ടെന്ന് NHAI കോടതിയെ അറിയിച്ചു. ദേശീയപാതകളിൽ ഘടനാപരമായ മാറ്റം വരുത്തുമെന്നും തെറ്റായ കാര്യങ്ങൾ സംഭവിച്ചുവെന്നും ദേശീയപാത അതോറിറ്റി കോടതിയെ അറിയിച്ചു. നിർമ്മാണത്തിനിടെ ദേശീയപാത തകർന്നതിന്റെ ഉത്തരവാദിത്വം കേന്ദ്രത്തിനുമേൽ ചാരി സംസ്ഥാന സർക്കാർ. ഭൂമി ഏറ്റെടുക്കലായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ പ്രധാന കടമയെന്നും നിർമ്മാണ ചുമതല കേന്ദ്രത്തിനായിരുന്നുവെന്നുമാണ് വിശദീകരണം. അതേസമയം പദ്ധതിയിലെ സംസ്ഥാനത്തിന്റെ പങ്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമങ്ങളും തുടരും. അഭിമാന പദ്ധതികളിലൊന്നായി സംസ്ഥാന സർക്കാർ കാണുന്നതാണ് ദേശീയപാത വികസനം. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണനേട്ടമായി ഉയർത്തിക്കാട്ടാനിരുന്ന പദ്ധതി. പുതിയ ദേശീയപാതയിലൂടെ ഒരിക്കലെങ്കിലും യാത്ര ചെയ്ത ആരും വോട്ട് മാറ്റി ചെയ്യില്ലെന്നായിരുന്നു ആത്മവിശ്വാസം. അതാണ് മൂരിയാട് തകർന്നു വീണത്.
സർക്കാർ വാർഷികത്തിന്റെ തലേദിവസമുണ്ടായ സംഭവത്തിൽ സംസ്ഥാന സർക്കാർ ആദ്യമൊന്ന് പതറി. പിന്നെ നിർമ്മാണ ചുമതലയുള്ള ദേശീയപാത അതോറിറ്റിയും കേന്ദ്രവും തന്നെയാണ് തകർച്ചയ്ക്ക് മറുപടി പറയേണ്ടതെന്ന നിലപാടെടുത്തു. നാഷണൽ ഹൈവേ എന്നത് നിർമ്മിക്കുന്നത് മുഴുവൻ നാഷണൽ ഹൈവേ അതോറിറ്റി തന്നെയാണ്. നമ്മുടെ സംസ്ഥാനത്തിന് ഒരു പൈ അതിൽ ചെലവില്ല. ഭൂമി ഏറ്റെടുത്തു കൊടുക്കുക മാത്രമേ വേണ്ടൂ. ഭൂമി ഏറ്റെടുക്കുന്നതിന് ആവശ്യമായ പണം നാഷണൽ ഹൈവേ അതോറിറ്റി നൽകും. നമ്മൾ ഏറ്റെടുത്തു കൊടുക്കേണ്ട ചുമതല മാത്രമേ വഹിക്കേണ്ടതുള്ളൂ. എന്നാൽ പദ്ധതിയിൽ ഇടത് സർക്കാരിന്റെ നിർണായക റോൾ ഓർമ്മിപ്പിക്കാനും ശ്രമമുണ്ട്. തകർച്ചയുടെ ഉത്തരവാദിത്വം ബിജെപി ഏറ്റെടുക്കും. ഒരു നിബന്ധന മാത്രം: പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ ക്രെഡിറ്റ് എടുക്കാൻ ആരും വരരുത്. അതിൻ്റെ ഒരു പെർമനന്റ് സൊല്യൂഷൻ എന്താണ് ചെയ്യേണ്ടത്? അവിടെ പാലമാണോ, വേറെ എന്താണ് ചെയ്യേണ്ടത്? ഒരു സ്ട്രക്ചറൽ സൊല്യൂഷൻ ഉണ്ടാക്കാൻ അദ്ദേഹം ഒരു 100% കമ്മിറ്റ്മെന്റ് തന്നിട്ടുണ്ട്. കേന്ദ്രത്തെയും സംസ്ഥാനത്തെയും ഒരുപോലെ അടിക്കാൻ കിട്ടിയ വടിയായാണ് ഇതിനെ പ്രതിപക്ഷം കാണുന്നത്. പദ്ധതിയുടെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ മത്സരിച്ചവർ തകർച്ചയ്ക്കും സമാധാനം പറയണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. ഈ നാഷണൽ ഹൈവേ നിർമ്മാണവുമായി ആ മുതൽ ഷാ വരെ ഒരു ബന്ധവും സംസ്ഥാന ഗവൺമെന്റ് അങ്ങ് സമ്മതിച്ചാൽ മതി. ഒരു ബന്ധമില്ല. ഇപ്പൊ സമ്മതിച്ചില്ല. ആ മുതൽ ഷാ വരെ ഒരു ബന്ധമില്ല. എല്ലാം കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്നതാണെന്നോ. ന്യൂസ് 18 തിരുവനന്തപുരം. ദേശീയപാത 66ന്റെ നിർമ്മാണത്തിൽ ചില പ്രശ്നങ്ങളുണ്ടെന്നും അത് സംസ്ഥാന സർക്കാരിന്റെ തലയിൽ കെട്ടിവെക്കാനാണ് ചിലർ ശ്രമിക്കുന്നതെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. നിർമ്മാണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനാണ്. ഉമ്മൻചാണ്ടി സർക്കാർ പൂർണ്ണമായി ഉപേക്ഷിച്ച ദേശീയപാത വികസനമാണ് ഇടതു സർക്കാർ ഏറ്റെടുത്തതെന്നും MV ഗോവിന്ദൻ അവകാശപ്പെട്ടു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഇല്ലായിരുന്നുവെങ്കിൽ നാഷണൽ ഹൈവേ 66 ഇല്ല. പിന്നെ മെറിറ്റിനെ പറ്റി പറയാൻ വർത്തമാനത്തിനൊന്നും അടിസ്ഥാനമില്ല. ഉണ്ടായ പ്രശ്നങ്ങൾ പരിഹരിച്ചു പോകുന്ന നിലപാട് സ്വീകരിക്കണം. നല്ലപോലെ പണം വാങ്ങി 980 കോടി രൂപയുടെ ഒറ്റ കമ്പനിയിൽ നിന്ന്, ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ നിന്ന് ഇലക്ട്രൽ ബോണ്ടിന് വാങ്ങിയാൽ പിന്നെ അവരൊക്കെ എത്രത്തോളമാണ് ഉപയോഗിക്കുക എന്നുള്ളതിനെപ്പറ്റി നല്ലൊരു ധാരണ വേണം. കരിമ്പട്ടികയിൽപ്പെടുത്തേണ്ടതെല്ലാം കരിമ്പട്ടികയിൽപ്പെടുത്തണം. എന്നാൽ കരിമ്പട്ടികയിൽപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് റോഡ് വികസനം നടത്താതിരിക്കാൻ പറ്റില്ല. അത് തടയാനുള്ള ഒരു വഴിയായിട്ട് ഇപ്പോൾ UDFകാർക്കും BJPക്കാർക്കുള്ള എന്താ ഒരു ആഹ്ലാദമാണ്. പൊളിഞ്ഞല്ലോ എന്നുള്ളൊരു ആഹ്ലാദം എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒന്ന് പൊളിഞ്ഞ് കിട്ടണം എന്നുള്ള ധാരണയിലാണ് ഈ UDFകാർ. ഒരു വികസനവും നടത്താൻ പാടില്ല. വികസനം നടന്നാൽ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാവും എന്ന രാഷ്ട്രീയ കാഴ്ചപ്പാടോടുകൂടി എങ്ങനെയൊന്ന് പൊളിഞ്ഞു കിട്ടിയാൽ അതായി വളരെ പ്രധാനപ്പെട്ടത് എന്ന് വിചാരിച്ച് പുറപ്പെട്ട ആളുകൾക്കെല്ലാം കൃത്യമായ നിലപാട് സ്വീകരിച്ച് കേന്ദ്ര ഗവൺമെൻറ് മുമ്പോട്ടേക്ക് വന്നപ്പോൾ വേറെ ഉണ്ടായിട്ടില്ലാണ്ടായി. അതായിപ്പോൾ ഉണ്ടായത്. ഏറ്റവും അവസാനം ഉണ്ടായത് അതാണ്. ഞങ്ങളില്ലായിരുന്നുവെങ്കിൽ നാഷണൽ ഹൈവേ ഇല്ല. അത് പറഞ്ഞാൽ തെറ്റിട്ടുണ്ടാവും. എട്ടുകാലി മമ്മൂഞ്ഞ് ചമഞ്ഞ് നടക്കുകയാണ് മന്ത്രി മുഹമ്മദ് റിയാസ് എന്ന് VD സതീശൻ. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 50 ഇടങ്ങളിൽ വിള്ളൽ കണ്ടെത്തിയിട്ടുണ്ടെന്നും അവിടെയൊക്കെ റിയാസ് പോയി റീലിടട്ടെ എന്നും പ്രതിപക്ഷ നേതാവ് പരിഹസിച്ചു. ഇനിയുള്ളൊരു വർഷം വികസന പ്രവർത്തനത്തിൻ്റെ റീൽസ് ഇടൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെയുള്ള പ്രചരണം ഞങ്ങൾ അവസാനിപ്പിക്കും എന്ന് നിങ്ങൾ വ്യാമോഹിക്കേണ്ട. റീൽസ് ഇടലും സോഷ്യൽ മീഡിയയിലൂടെ ഞങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലെത്തിക്കലും തുടരും. ഒരു 50 സ്ഥലത്തെങ്കിലും കേരളത്തിൽ വിള്ളൽ വീണിട്ടുണ്ട്. ആ വിള്ളൽ വീണ സ്ഥലത്ത് പോയിട്ട് അദ്ദേഹം റീലിട്ടാൽ കുറെ കൂടെ മനോഹരമായിരിക്കും. റീല് നിർത്തരുത്. എവിടെയൊക്കെയാണ് വിള്ളൽ വീണിരിക്കുന്നത്? കുരിയാട് മാത്രമല്ല, കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, തിരുവനന്തപുരം ജില്ല ഉൾപ്പെടെ ഒരു 50ഓളം സ്ഥലങ്ങളിൽ ഹൈവേയിൽ വിള്ളൽ വീണിട്ടുണ്ട്. അവിടെയൊക്കെ പോയി അദ്ദേഹം റീലെടുത്ത് ആ റീല് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ കാണട്ടെ. സംസ്ഥാന സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ടിൽ ഇടം പിടിച്ച് ദേശീയപാത വികസനവും LDF സർക്കാരിന്റെ ഇടപെടൽ വഴി ദേശീയപാത 66 യാഥാർത്ഥ്യമാകുന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പൂർണ്ണമായും ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ നിന്നും ക്രിയാത്മക ഇടപെടൽ നടത്തിയത് LDF സർക്കാരാണ്. ഭൂമി ഏറ്റെടുക്കലിന് 5580 കോടി സംസ്ഥാന വിഹിതമായി നൽകിയെന്നും പ്രോഗ്രസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. നമ്മുടെ നാടിൻ്റെ ഗതാഗത സൗകര്യത്തിനും പൊതുവായ വികസനത്തിനും നാഷണൽ ഹൈവേ വികസിക്കേണ്ടത് ഒഴിച്ചുകൂടാത്ത ആവശ്യമായിരുന്നു. അത് വെച്ചുകൊണ്ട് നാം ഒരു ഗതികെട്ട സമീപനത്തിലെത്തി. അവരുടെ ചില വ്യവസ്ഥകൾക്ക് നാം വിധേയരാകേണ്ടി വന്നു.
അവസാനം ഒത്തുതീർപ്പ് ചർച്ചയിൽ സംസ്ഥാനത്തിന് ഏറ്റെടുക്കുന്ന ഭൂമിയുടെ വിലയിൽ 25% വഹിക്കേണ്ടതായി വന്നു. അതിനു മുൻപ് ഒരിടത്തും അതുണ്ടായിട്ടില്ല. അതിനുശേഷവും ഒരിടത്തും അതുണ്ടായിട്ടില്ല. നമ്മൾ മാത്രം ഇതിൻ്റെ ഭാഗമായി 5600 കോടി രൂപ നാഷണൽ ഹൈവേക്ക് നൽകേണ്ടതായി വന്നു. കേരളത്തിലാകെ നാഷണൽ ഹൈവേയുടെ വികസനം നല്ല നിലയിൽ നടക്കുകയാണ്. അപ്പോഴാണ് ഈ മഴക്കാലത്തുണ്ടായ ചില പ്രശ്നങ്ങൾ നാഷണൽ ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായത്. ഉടനെ അത് സംസ്ഥാന സർക്കാരിൻ്റെ എന്തോ വീഴ്ചയാണ് എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമം നടന്നു. ആ ശ്രമം കേരളത്തിലെ LDFനെ എതിർക്കുന്ന രണ്ടു കൂട്ടരും UDFും BJPയുടെ ചില ആളുകളും ഒരേപോലെ നടത്തുന്നതായി നാം കാണുന്നുണ്ട്. എത്ര പരിഹാസ്യമായ നിലയാണെന്ന് നോക്കണം. ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. അത് ഞങ്ങൾ എപ്പോഴും തല ഉയർത്തി തന്നെ പറയും. ഈ കേരളത്തിൽ മുടങ്ങിക്കിടന്ന, ഇവിടെ യാഥാർത്ഥ്യമാകില്ല എന്ന് കരുതിയ നാഷണൽ ഹൈവേ യാഥാർത്ഥ്യമാകും എന്ന നില LDF സർക്കാരിന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ദേശീയപാത തകർന്നതിൽ കേന്ദ്രത്തിന് മാത്രം ഉത്തരവാദിത്വമെന്ന സംസ്ഥാന സർക്കാരിന്റെ വാദം ശരിയാണോ? സംസ്ഥാനത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഉത്തരവാദിത്വമുള്ള സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ സ്വന്തം നിലയിൽ അന്വേഷണം നടത്താൻ പോലും തയ്യാറാവുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ആലപ്പുഴയിൽ ഗർഡർ തകർന്നപ്പോൾ അന്വേഷണം നടത്തുമെന്ന് പറഞ്ഞ സർക്കാർ മലപ്പുറത്തും ഇത് തന്നെയാണോ ആവർത്തിക്കുക എന്നതാണ് ആശങ്ക. മലപ്പുറത്തെ ദേശീയപാത നിർമ്മാണത്തിനിടയിലുണ്ടായ തകർച്ച ചർച്ചയാകുന്ന ഘട്ടത്തിൽ തന്നെയാണ് ആലപ്പുഴയിൽ ഉണ്ടായ സംഭവങ്ങളും വീണ്ടും ചർച്ചയാകുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ മാർച്ച് മാസത്തിലാണ് ആലപ്പുഴയിൽ നിർമ്മാണത്തിലിരിക്കുന്ന മേൽപ്പാലത്തിന്റെ ഗഡറുകൾ, ദേശീയപാതയുടെ നിർമ്മാണത്തിലിരിക്കുന്ന മേൽപ്പാലത്തിന്റെ ഗഡറുകൾ ഒരുമിച്ച് തകർന്നു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അന്ന് 70 ടൺ വീതം ഭാരമുണ്ടായിരുന്ന 4 ഗഡറുകളാണ് ആലപ്പുഴയിൽ തകർന്നു വീണത്. അന്ന് ഒരു സ്വതന്ത്ര ഏജൻസി അന്വേഷിക്കുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിരുന്നു. ഒപ്പം തന്നെ കോഴിക്കോട് NITയിലെ ഉദ്യോഗസ്ഥർ എത്തി അന്വേഷണം നടത്തുമെന്നായിരുന്നു വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ ഈ ഒരു ആവശ്യം, ജില്ലാ ഭരണകൂടം ഉന്നയിച്ച ആവശ്യം സംസ്ഥാന സർക്കാർ, സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് തള്ളുകയായിരുന്നു. പക്ഷെ അന്നും ഉയർന്നൊരു ചോദ്യമുണ്ട്. നമുക്ക് കഴിഞ്ഞ നിർമ്മാണത്തിൽ സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പിന്റെ ഒരു എക്സ്പെർട്ട് ടീം ഉണ്ടായിട്ടും എന്തുകൊണ്ട് ആ ടീമിനെ ഉപയോഗിച്ച് ഇതിനകത്തൊരു പരിശോധന നടത്താൻ തയ്യാറാകുന്നില്ല എന്നുള്ളൊരു ചോദ്യം ഉയർന്നിരുന്നു. NITയിലെ ഉദ്യോഗസ്ഥർ വന്നില്ല, മറിച്ച് അന്വേഷണം നടത്തിയത് കേന്ദ്ര സർക്കാരിന്റെ നിർമ്മാണം നടത്തുന്ന കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള റെയിൽവേയിലെ ഒരു ഉദ്യോഗസ്ഥരും ദേശീയപാതാ വിദഗ്ധനും ഒപ്പം തന്നെ NHAയുടെ ഉദ്യോഗസ്ഥരും മാത്രമാണ് അതിനകത്ത് അന്വേഷണം നടത്തിയത്. കേന്ദ്ര സർക്കാരിനാണ് നിർമ്മാണം എന്ന് പറയുമ്പോൾ പോലും സംസ്ഥാനത്തിന് എങ്ങനെ ഒഴിഞ്ഞു മാറാൻ കഴിയുമെന്നുള്ള ചോദ്യം ഉയരുകയാണ്. മാത്രമല്ല, സംസ്ഥാനത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനുണ്ടെന്നിരിക്കെ പൊതുമരാമത്ത് വകുപ്പ് എന്തുകൊണ്ട് ഇതിനകത്ത് നിസ്സംഗത കാണിക്കുന്നു എന്ന ചോദ്യമാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്. ആലപ്പുഴയിൽ നിന്നും ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. മലപ്പുറം കൂരിയാട് ദേശീയപാത ഇടിഞ്ഞു വീഴുന്ന നിർണായക ദൃശ്യങ്ങൾ ന്യൂസ് 18. അപകടത്തിൽപ്പെട്ട കാറിൽ നിന്ന് യാത്രക്കാർ രക്ഷപ്പെടുന്നതും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ കരയുന്നതും എല്ലാം ഈ ദൃശ്യങ്ങളിലുണ്ട്. കോഴിക്കോട് തിരുവങ്ങൂർ പാലത്തിന് മുകളിലും അതിനിടെ പൂളാടിക്കുന്നിലെ അമ്പലപ്പടി അണ്ടർപാസിലും വിള്ളൽ രൂപപ്പെട്ടതായി കണ്ടു. തിരുവങ്ങൂർ പാലത്തിലെ വിള്ളൽ ഇന്നലെ രാത്രി തന്നെ ടാറിട്ട് അടച്ചു. ദേശീയപാത നിർമ്മാണത്തിലെ അപാകത അന്വേഷിക്കാൻ 3 അംഗ സംഘം ഉടൻ സംസ്ഥാനത്തെത്തും. നിർമ്മാണത്തിലെ അപാകതയാണ്. മേഖലയിലെ മണ്ണിന്റെ സ്വഭാവം കണക്കിലെടുക്കാതെ നിർമ്മിച്ചതാണ് ഈ ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചത് എന്നാണ് പ്രാഥമികമായ വിലയിരുത്തൽ. 19-ാം തീയതി ഈ ദേശീയപാത ഇടിയുന്ന സമയത്ത് ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഇടിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പകർത്തിയ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. കോൺക്രീറ്റ് കട്ടകളെല്ലാം താഴേക്ക് വീഴുന്നതും അതുപോലെ പാടത്തിലെ ഒരു ഭാഗം
മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്നതൊക്കെ ആ ദൃശ്യങ്ങളിൽ കാണാം. അവിടെ ഉണ്ടായിരുന്ന ആ സമയം അതിലൂടെ യാത്ര ചെയ്തിരുന്ന വാഹനത്തിലുണ്ടായിരുന്നവരുടെ കരച്ചിലൊക്കെ ആ ദൃശ്യങ്ങളിൽ കേൾക്കാം. ഇത്രമാത്രം ഭീതിതമായിരുന്നു ആ കാഴ്ചയെന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ദേശീയപാത 66-ൽ പലയിടങ്ങളിലും പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കോഴിക്കോട് 3 ഇടങ്ങളിലാണ് ആ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. കൊയിലാണ്ടി തിരുവങ്ങൂരിൽ മേൽപ്പാലത്തിന് മുകളിൽ വിള്ളൽ കണ്ട ഭാഗം ദേശീയപാത അതോറിറ്റി അടച്ചു. പക്ഷേ അവിടെ ഈ നാട്ടുകാരുടെ പ്രതിഷേധമുണ്ട്. അതുപോലെ തന്നെ തിരുവങ്ങൂരിന് പുറമെ പൂളാടിക്കുന്ന്, കോഴിക്കോട് പൂളാടിക്കുന്നിൽ അടിപ്പാതയിലാണ്, സർവീസ് റോഡിലാണ് പ്രശ്നങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. മാലാപ്പറമ്പും കോഴിക്കോട് പ്രശ്നങ്ങൾ ഈ സർവീസ് റോഡിനോട് ചേർന്ന് പ്രശ്നങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. വലിയ പ്രതിഷേധങ്ങൾ അവിടെ ഉയരുന്നുമുണ്ട്. മലപ്പുറത്തു നിന്നും CV അനുമോദ്, ന്യൂസ് 18. ആലുവ തിരുവാങ്കുളത്ത് കൊല്ലപ്പെട്ട കുഞ്ഞിനെ ബന്ധു പീഡിപ്പിച്ച വിവരം അറിഞ്ഞിരുന്നില്ലെന്ന് അമ്മയുടെ മൊഴി. ഭർത്താവും വീട്ടുകാരും തന്നെ ഒറ്റപ്പെടുത്തിയതാണ് കുഞ്ഞിനെ കൊല്ലാൻ കാരണമായതെന്ന് അമ്മ പോലീസിനോട് പറഞ്ഞു. പ്രതി കുട്ടിയെ പുഴയിലേക്ക് എറിഞ്ഞ മൂഴിക്കുളം പാലത്തിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. നാളെയും തെളിവെടുപ്പ് തുടരും. അതേസമയം കുഞ്ഞിനെ പീഡിപ്പിച്ച പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. കുട്ടി ലൈംഗിക പീഡനത്തിനിരയായ കാര്യം അറിയില്ലെന്നാണ് കേസിലെ പ്രതിയായ അമ്മയുടെ മൊഴി. എന്നാൽ വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമേ ഇക്കാര്യം സ്ഥിരീകരിക്കാനാകൂ എന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിലപാട്. പോലീസ് കസ്റ്റഡിയിലുള്ള പ്രതിയെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. ഭർത്താവും വീട്ടുകാരും മക്കളും തന്നെ ഒറ്റപ്പെടുത്തിയത് കുഞ്ഞിനെ കൊലപ്പെടുത്താൻ കാരണമായെന്നാണ് മൊഴി. എന്നാൽ പോലീസ് ഈ മൊഴി വിശ്വാസത്തിലെടുത്തിട്ടില്ല. അമ്മയ്ക്ക് മാനസിക പ്രശ്നങ്ങളുണ്ടെന്ന വാദവും പോലീസ് തള്ളുന്നു. തുടക്കം മുതൽ മൊഴി മാറ്റിപ്പറയുന്ന രീതി ഉണ്ടായിരുന്നതുകൊണ്ട് ഇവരെ പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാനും പോലീസ് തയ്യാറായിട്ടില്ല. ജനരോഷം കണക്കിലെടുത്ത് കനത്ത സുരക്ഷയിലാണ് തെളിവെടുപ്പ് നടത്തിയത്. കൊലപ്പെടുത്തുന്നതിന് തൊട്ടു മുൻപ് കുട്ടിയെ കൊണ്ടുപോയ അംഗൻവാടി, ആലുവ, മണപ്പുറം എന്നിവിടങ്ങളിലെത്തിച്ചും പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് കുട്ടി പീഡനത്തിനിരയായ വിവരം സ്ഥിരീകരിച്ചത്. ഈ കേസിൽ റിമാൻഡിൽ കഴിയുന്ന പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി പോലീസ് ചോദ്യം ചെയ്യും. കൊല്ലപ്പെടുന്നതിന് തലേ ദിവസവും കുട്ടി പീഡനത്തിനിരയായിരുന്നുവെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായിരുന്നു. തുടർച്ചയായുള്ള പീഡനത്തെ തുടർന്ന് കുട്ടിയുടെ ആന്തരികാവയവത്തിൽ പരുക്കുകളുണ്ടായിരുന്നു. ചൊവ്വാഴ്ച കുട്ടിയുടെ സംസ്കാര ചടങ്ങിൽ ഉൾപ്പെടെ സജീവമായി പങ്കെടുക്കുകയും പൊട്ടിക്കരയുകയും ചെയ്ത അച്ഛന്റെ സഹോദരൻ കുട്ടിയെ പീഡിപ്പിച്ചു എന്ന വാർത്ത വിശ്വസിക്കാൻ പോലും കഴിയാത്ത ഞെട്ടലിലാണ് നാട്ടുകാർ. ന്യൂസ് 18 കൊച്ചി. സംസ്ഥാനത്ത് മഴ കനക്കുകയാണ്. ഇന്ന് 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 8 ജില്ലകളിൽ യെല്ലോ അലർട്ടുമുണ്ട്. വടക്കൻ കേരളത്തിൽ നാളെ മുതൽ അതിതീവ്ര മഴയ്ക്കാണ് സാധ്യത. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മൺസൂൺ നാളെയാണ് കേരളത്തിലെത്തുന്നത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്നും നാളെയും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇടിമിന്നൽ മുൻകരുതൽ സ്വീകരിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഇടവേള. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഫയൽ ചെയ്ത അന്വേഷണ റിപ്പോർട്ടിൽ നടപടി സ്വീകരിക്കുന്നതിനുള്ള വിലക്ക് ഹൈക്കോടതി 4 മാസത്തേക്ക് കൂടി നീട്ടി. കേസെടുക്കാൻ ഉത്തരവിട്ട പ്രത്യേക കോടതിയുടെ നടപടിയിൽ തൽസ്ഥിതി തുടരാൻ ഹൈക്കോടതി നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. കേസിലെ എതിർ കക്ഷികൾക്ക് സമൻസ് അയക്കുന്നതടക്കം പ്രത്യേക കോടതി നടപടികൾ ഹൈക്കോടതി ഉത്തരവോടെ നിർത്തിവച്ചിരിക്കുകയാണ്. തങ്ങളുടെ ഭാഗം കേൾക്കാതെയാണ് പ്രത്യേക കോടതി കേസെടുക്കാൻ നിർദ്ദേശിച്ചതെന്ന് ചൂണ്ടിക്കാട്ടി CMRL ഫയൽ ചെയ്ത ഹർജിയിലാണ് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണന്റെ ഉത്തരവ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധിക്ഷേപിച്ചെന്നാരോപിച്ച് റാപ്പർ വേടനെതിരെ NIAക്ക് പരാതി. പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ച വേടനെതിരെ കേസെടുക്കണമെന്നാണ് ആവശ്യം. പാലക്കാട് നഗരസഭയിലെ BJP കൌൺസിലർ മിനി കൃഷ്ണകുമാറാണ് പരാതി നൽകിയത്. പ്രധാനമന്ത്രിയെ കപട ദേശീയവാദിയെന്നും വാളെടുത്തവന്റെ കയ്യിലാണ് രാജ്യമെന്നും അധിക്ഷേപിച്ചുള്ള പാട്ടിനെതിരെയാണ് പരാതി. KPCC അധ്യക്ഷനെ മാറ്റിയതിന് പിന്നാലെ കോൺഗ്രസിൽ സമ്പൂർണ്ണ അഴിച്ചുപണിക്ക് ഒരുങ്ങുകയാണ് ഹൈക്കമാൻഡ്. ജില്ലാ അധ്യക്ഷന്മാരെ അടക്കം മാറ്റാനാണ് നീക്കം. തെരഞ്ഞെടുപ്പ് വർഷത്തിൽ സമ്പൂർണ്ണ അഴിച്ചുപണി വേണ്ടെന്ന സംസ്ഥാന നേതാക്കളുടെ നിർദ്ദേശം മറികടന്നുകൊണ്ടാണ് ഹൈക്കമാൻഡിന്റെ ഈ തീരുമാനം.
സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ KPCCയിൽ സമ്പൂർണ്ണ അഴിച്ചുപണി വേണ്ടെന്നായിരുന്നു സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം. നിലവിലുള്ള ഒഴിവുകൾ നികത്തിയാൽ മതിയെന്ന അഭിപ്രായവും KPCC നേതൃയോഗത്തിൽ ഉയർന്നിരുന്നു. ഇതിനു പിന്നാലെയാണ് സംസ്ഥാന നേതാക്കളുടെ എതിരഭിപ്രായങ്ങൾ മറികടന്ന് സമ്പൂർണ്ണ അഴിച്ചുപണിക്ക് ഹൈക്കമാൻഡ് ഒരുങ്ങുന്നത്. താഴെത്തട്ടിൽ ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിലും അതിനെ വോട്ടാക്കി മാറ്റാൻ സാധിക്കുന്നില്ലെന്ന വിമർശനം നേരത്തെ ചില നേതാക്കളിൽ നിന്നും ഉയർന്നിരുന്നു. മാത്രമല്ല, കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷിയുടെ റിപ്പോർട്ടും പരിഗണിച്ചാണ് ഹൈക്കമാൻഡിന്റെ നീക്കം. ഇനിയും പ്രതിപക്ഷത്തിരിക്കേണ്ട സാഹചര്യമുണ്ടാക്കരുതെന്നും മാറ്റങ്ങൾ ആവശ്യമാണെന്നും ഹൈക്കമാൻഡ് ചൂണ്ടിക്കാട്ടുന്നു. ഇതോടെ KPCC ഭാരവാഹികൾക്ക് പുറമെ ഭൂരിഭാഗം DCC അധ്യക്ഷന്മാരും മാറിയേക്കുമെന്നാണ് വിവരം. 10-ലേറെ DCC അധ്യക്ഷന്മാർ മാറിയേക്കുമെന്നാണ് സൂചന. കോട്ടയം, എറണാകുളം, തൃശൂർ, മലപ്പുറം തുടങ്ങിയ ജില്ലകളിൽ നിലവിലെ സാഹചര്യത്തിൽ അധ്യക്ഷന്മാരെ മാറ്റേണ്ടതില്ലെന്ന സംസ്ഥാന നേതൃത്വത്തിന്റെ അഭിപ്രായം ഹൈക്കമാൻഡ് പരിഗണിച്ചേക്കും. നേരത്തെ സംസ്ഥാന നേതാക്കളിലെ പലരെയും അറിയിക്കാതെയായിരുന്നു KPCC വർക്കിംഗ് പ്രസിഡന്റുമാരെ അടക്കം മാറ്റിയത്. ഇതും വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. പുനഃസംഘടനയേക്കാൾ പ്രധാനം തെരഞ്ഞെടുപ്പുകൾ ആണെന്നും KPCC നേതൃയോഗത്തിൽ അഭിപ്രായമുയർന്നു. മികവ് പുലർത്തിയ നേതാക്കളെ നിലനിർത്തണമെന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ ആവശ്യം. പുനഃസംഘടന ഉണ്ടാവില്ല, നിങ്ങളങ്ങ് തീരുമാനിക്കുകയാണ്. ഞാൻ പറയുകയാണ്, KPCC പ്രസിഡന്റാണ് പറയുന്നത്. ഇന്നലെ അങ്ങനെ ഒരു ചർച്ചാ മീറ്റിംഗിൽ നടന്നിട്ടേ ഇല്ല. CPMന്റെ പിണിയാളുകളായി പ്രവർത്തിച്ച് കോൺഗ്രസിൽ കുഴപ്പമാണെന്ന് വരുത്തി തീർക്കേണ്ടി. ഞങ്ങൾ ചർച്ച ചെയ്യാത്ത കാര്യമാണ് പുനഃസംഘടന. അതിട്ട് നടക്കൂലെന്ന് നിങ്ങൾ പറയുക, പിറ്റേ ദിവസം ഹൈക്കമാൻഡ് നടത്തുമെന്ന് പറയുക. നിങ്ങൾ KPCC പ്രസിഡന്റിനെ തീരുമാനിച്ച് കുറെ പേര് വഷളായതാണ്. എന്നാൽ സമ്പൂർണ്ണ പുനഃസംഘടന നടത്തണമെന്ന നിലപാടിൽ ഹൈക്കമാൻഡ് ഉറച്ചു നിൽക്കുന്നതിനാൽ മുതിർന്ന നേതാക്കളുമായി കൂടിയാലോചനകൾ നടത്തിയതിനു ശേഷം അന്തിമ തീരുമാനമെടുക്കാനാണ് പുതിയ KPCC നേതൃത്വത്തിന്റെ നീക്കം. ന്യൂസ് ഡെസ്ക്, News 18. കടകൾ ഒഴിപ്പിക്കുന്നതിനെതിരെ പാളയം മാർക്കറ്റിൽ ഒരു വിഭാഗം വ്യാപാരികളുടെ പ്രതിഷേധം. മതിയായ സംവിധാനങ്ങൾ പകരമൊരുക്കാതെ ഒഴിപ്പിക്കുന്നതിനാണ് വ്യാപാരികൾ എതിർക്കുന്നത്. തങ്ങൾക്ക് അനുകൂലമായ കോടതി വിധിയുണ്ടെന്നും ഒഴിപ്പിക്കാനെത്തിയ നഗരസഭാ അധികൃതരോട് വ്യാപാരികൾ പറഞ്ഞു. ഈ സാഹചര്യങ്ങളെല്ലാം വ്യക്തമാക്കിയിട്ടാണ് ഞങ്ങൾ കോടതിയെ സമീപിക്കുകയും ഈ പരാതികളെല്ലാം എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്ത പരാതികൾക്കൊന്നും നടപടിയാകാത്തതുകൊണ്ടിട്ടാണ് ഞങ്ങൾ കോർപ്പറേഷൻ കോടതിയെ സമീപിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനുള്ള വിധി വന്നിട്ട് പോലും ഇവരത് വിധി കണക്കാക്കാതെ പൊളിക്കാൻ വന്നു. എന്നാൽ നഗരസഭ ഒരുക്കിയിട്ടുള്ള സംവിധാനങ്ങൾ മികച്ചതാണെന്നാണ് മറ്റൊരു വിഭാഗത്തിന്റെ അഭിപ്രായം. കടകൾ താൽക്കാലിക ബിൽഡിങ്ങിലോട്ട് നമ്മളെല്ലാം മാറിയിട്ടുണ്ട്. കുറച്ചുപേര് മാറി, കുറച്ചുപേര് കേസുമായിട്ട് പോയിരിക്കുന്നവർ കുറച്ചുപേരുണ്ട്. അപ്പം അതേപോലെ പിന്നെ താൽക്കാലിക ബിൽഡിങ്ങിൽ ഇത്തിരി കുറവുകളൊക്കെ ഉണ്ട്, അതെല്ലാം പരിഹരിച്ച് കോർപ്പറേഷൻ തന്നായിരുന്നു. പിന്നെ ഈ വേസ്റ്റിൽ കിടക്കണേക്കാട്ടി നല്ലത് നമുക്ക് പുതിയ ബിൽഡിങ്ങിലോട്ട് പോയിട്ട് ഗവൺമെന്റ് എത്രയും പെട്ടെന്ന് ഇത് കെട്ടിത്തരാമെന്ന് വാക്കും തന്നിട്ടുണ്ട്. നമ്മൾ കൂടുതൽ ആൾക്കാരും അങ്ങോട്ട് മാറിപ്പോകുന്നുണ്ട്. ഇവിടെ അല്ലാതെ വേറെ വിഷയമായിട്ട് ഒന്നുമില്ല. നമുക്ക് നല്ല കടകൾ കിട്ടണമെന്നാണ് നമ്മളെ അഭിപ്രായം. അപ്പോൾ അതൊരു 2 വർഷത്തിനകത്ത് ഗവൺമെന്റ് ശരിയാക്കി തരാമെന്ന്. കുറച്ചുപേര് ഈ വികസനത്തിനെതിരായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. അത് ശ്രദ്ധിക്കുന്നില്ല. അവരാണ് വേറെ കഥകളും പറഞ്ഞുകൊണ്ടൊക്കെ നടക്കുന്നത്. അതിനെപ്പറ്റിയല്ല, നമുക്ക് നല്ല കട കിട്ടണം. ആദ്യം വേണ്ടി ഈ വേസ്റ്റ് എല്ലാം മാറി ഇവിടെ ഒരു 3 നില ബിൽഡിംഗ് വരെയാണ്. അതിനോട് സഹകരിച്ച് ഗവൺമെന്റിന്റെ നമ്മൾ കോർപ്പറേഷന്റെ സഹകരിച്ചേ നിൽക്കും. നമ്മൾ കുറച്ച് ആളുകൾ മാറിയിട്ടുള്ളൂ. 3 നിലകളിലായി ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കുന്നതിന്റെ ഭാഗമായാണ് പഴയ കടകൾ ഇപ്പോൾ ഒഴിപ്പിക്കുന്നത്. സഭാ നേതൃത്വത്തെ തുറന്ന് വിമർശിച്ച അടൂർ കടമ്പനാട് ഭദ്രാസനാധിപൻ സഖറിയാസ് മാർ അപ്രേം മെത്രാപ്പൊലിത്തയെ ചുമതലയിൽ നിന്ന് നീക്കി. വൈദിക സെമിനാരിയിലെ ചുമതല ഉൾപ്പെടെ സഭയുടെ മുഴുവൻ ചുമതലകളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. കോട്ടയം ദേവലോകം അരമനയിൽ ചേർന്ന സുന്നഹദോസ് യോഗമാണ് തീരുമാനമെടുത്തത്. സഭാ നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കിയ മെത്രാപ്പൊലിത്ത ഒടുവിൽ പുറത്ത്. ദേവലോകം അരമനയിൽ ചേർന്ന അടിയന്തര സുന്നഹദോസ് യോഗമാണ് മെത്രാനെതിരെ നടപടിയെടുക്കാൻ തീരുമാനിച്ചത്. ഭദ്രാസന ചുമതലയിൽ നിന്ന് സക്കറിയസ് മാർ സേവറിയസിനെ നീക്കി. ഇതുകൂടാതെ വൈദിക സെമിനാരിയിലെ ചുമതല ഉൾപ്പെടെ ഭരണപരമായ മുഴുവൻ പദവികളിൽ നിന്നും നീക്കി. മലങ്കര സഭയുടെ ഭരണഘടനയെ തന്നെ ചോദ്യം ചെയ്യുന്ന നിലപാടാണ് മെത്രാപ്പൊലിത്ത സ്വീകരിച്ചതെന്ന് സുന്നഹദോസ് യോഗം വിലയിരുത്തി. സുപ്രീം കോടതി വിധി പോലും അപ്രധാനമെന്ന് വിലയിരുത്തിയത് വിശ്വാസികൾക്കിടയിൽ പ്രതിഷേധത്തിന് കാരണമായി. ഇതാണ് അടിയന്തര നടപടിക്ക് കാരണമെന്ന് സഭ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു. ജി ശ്രീജിത്ത്, News 18 കോട്ടയം. ഇന്ത്യയിലെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് 6 ഉറപ്പുകൾ നൽകുന്നുവെന്ന് റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ മുകേഷ് അംബാനി.
അടുത്ത 5 വർഷത്തിനുള്ളിൽ 75,000 കോടി രൂപയുടെ നിക്ഷേപം വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ നടത്തും. ഇതിന്റെ ഭാഗമായി 2.5 ദശലക്ഷത്തിലധികം പേർക്ക് നേരിട്ടും പരോക്ഷമായും ജോലി ലഭിക്കുമെന്നും മുകേഷ് അംബാനി പറഞ്ഞു. റൈസിംഗ് നോർത്ത് ഈസ്റ്റ് ഇൻവെസ്റ്റേഴ്സ് സമ്മിറ്റിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. Today, I make 6 commitments to the Chief Ministers of Arunachal Pradesh, Assam, Manipur, Meghalaya, Mizoram, Nagaland, Sikkim and Tripura. First, Reliance has invested up around rupees 30,000 crores in the region in the past 40 years. In the next 5 years, we will more than double our investments with our target at 75,000 crores.